ധരിക്കുവിൻ. മൺകുടമുടയട്ടെ, തീ കത്തട്ടെ. മൺകുടമുടയട്ടെ, തീ കത്തട്ടെ. പഴയ മനുഷ്യനെ അവന്റെ ഛേദികളോടുകൂടെ ഉരിഞ്ഞു മാറ്റുവിൻ. നമ്മളിലുള്ള പരിസേനെ ഉരിഞ്ഞു മാറ്റുവിൻ. പരിസേനെ ഉരിഞ്ഞു മാറ്റുവിൻ. പഴയ തോൽക്കുട ഉരിഞ്ഞു മാറ്റുവിൻ. ക്രിസ്തുവിനെ ധരിക്കുവിൻ. ക്രിസ്തുവിനെ ധരിക്കുവിൻ. കൈ അടിച്ചുകൊണ്ട്, കരങ്ങൾ ഉയർത്തി അടിച്ചുകൊണ്ട്, കരങ്ങൾ ഉയർത്തി അടിച്ചുകൊണ്ട്. പുതിയ മനുഷ്യരെ, പുതിയ മനുഷ്യരെ ധരിക്കുവിൻ. പുതിയതാവുവിൻ. ശൗൽ പൗലോസായ പോലെ, ശൗൽ പൗലോസായ പോലെ, ശൗൽ പൗലോസായ പോലെ, ശൗൽ പൗലോസായ പോലെ ഓരോരുത്തരും ഒരു പുതിയ പൗലോസ്, ഒരു പുതിയ പൗലോസ്, ഒരു പുതിയ പൗലോസ്, ഒരു പുതിയ പൗലോസ്. പൗലോസ് ശൗലിനെ ഉരിഞ്ഞു മാറ്റി. ശൗൽ പൗലോസായ പോലെ തീഷ്ണത കൊണ്ട് നിറഞ്ഞ പുതിയ സൃഷ്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ആർപ്പുവിളികളോടെ ഉച്ചത്തിൽ സ്തുതിച്ചുകൊണ്ട് ഞങ്ങളെ പുതിയ സൃഷ്ടിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ധൈര്യലേപനത്തിലൂടെ ഞങ്ങൾ പുതിയ സൃഷ്ടിയാണ്. ഞങ്ങൾ ദൈവ മക്കളാണ്. ഞങ്ങൾ അടിമകളല്ല. ഞങ്ങൾക്ക് കൽപ്പനകളല്ല. കരുണയാണ്, കരുണയാണ്, കരുണയാണ്. കരുണ നിറഞ്ഞ ദൈവം, കരുണ നിറഞ്ഞ ദൈവം, വാത്സല്യം നിറഞ്ഞ ദൈവം. അല്ലവാ, അല്ലവാ, അല്ലവാ. എല്ലാവരും ഭാഷാവരത്തിൽ പുതിയ ഭാഷാവരങ്ങൾ, പുതിയ ഭാഷാവരങ്ങൾ, പുതിയ ഭാഷാവരങ്ങൾ, പ്രവചനവരങ്ങൾ, രോഗശാന്തി വരങ്ങൾ, അത്ഭുത സിദ്ധികൾ തുറക്കട്ടെ. അത്ഭുത അഭിഷേകം, പുതിയ ശുശ്രൂഷകൾ, പുതിയ സബ്ജക്റ്റുകൾ, പുതിയ മിനിസ്ട്രികൾ, പുതിയ ആശയങ്ങൾ, പുതിയത്, എല്ലാം പുതിയത്. പുതിയ സുവിശേഷം, ദൈവ കരുണയെക്കുറിച്ചുള്ള സുവിശേഷം, കരുണയുടെ സുവിശേഷം, കരുണയുടെ സുവിശേഷം, സ്നേഹത്തിന്റെ സുവിശേഷം, ശക്തിയുടെ സുവിശേഷം, കൃപയുടെ സുവിശേഷം. വരദാനങ്ങൾ എല്ലാവരിലും, വരദാനങ്ങൾ എല്ലാവരിലും. പുതിയ വരങ്ങൾ പൊട്ടിപ്പൊളിക്കുന്നു. പുതിയ വരങ്ങൾ ഇതാ മരുഭൂമിയിൽ. മരുഭൂമി ഏതേൻ തോട്ടം പോലെയാകും. മരുഭൂമി ഏതേൻ തോട്ടം പോലെയാകും. ഭാഷാവരങ്ങൾ, പ്രവചനവരങ്ങൾ, ദർശനവരങ്ങൾ, രോഗശാന്തി വരങ്ങൾ, ശുശ്രൂഷാവരങ്ങൾ, പുതിയ ശുശ്രൂഷകൾ, പുതിയ പ്രഘോഷണങ്ങൾ, പുതിയ ആശയങ്ങൾ, പുതിയ ജ്ഞാനം, പുതിയ ലഭ ശലബല. എല്ലാവരും ഭാഷാവരത്തിൽ അതിരം തുറന്ന് ആത്മാവ് പ്രാർത്ഥിക്കട്ടെ, ആത്മാവ് പ്രാർത്ഥിക്കട്ടെ. ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, മനസ്സല്ല. ദർശനങ്ങൾ, പ്രവചനങ്ങൾ എല്ലാം കർത്താവ് നൽകുന്നു. ധാരാളം പേർക്ക് പുതിയ ബോധ്യങ്ങൾ കിട്ടുന്നു, പുതിയ വരങ്ങൾ കിട്ടുന്നു. പുതിയ പ്രവചനങ്ങൾ, പുതിയ അഭിഷേകം ഉണ്ടാകട്ടെ. ശ്രമിക്കുക, ശ്രമിക്കുക. കർത്താവ് സംസാരിക്കട്ടെ. കർത്താവ് സംസാരിക്കുമ്പോൾ ശ്രമിക്കുക. പറയാൻ പൊതുവായിട്ട് പറയേണ്ടത് പറയുക. കർത്താവിൻ്റെ ശബ്ദം, ദൈവ ശബ്ദം ജനത്തിന് വേണ്ടിയുള്ള ശബ്ദമാണ്.
ദൈവം ജനത്തോട് സംസാരിക്കുന്നു. ദൈവജനമേ, എൻ്റെ ജനമാണ് നിങ്ങൾ. ഞാൻ നിങ്ങളെ വലിയ വില കൊടുത്ത് വാങ്ങിയിട്ടുള്ളതാണ്. നിങ്ങൾ എൻ്റേതാണ്. ഞാൻ നിനക്ക് എല്ലാം തരും, എല്ലാം തരും. ഈജിപ്തും എത്യോപ്യയും എല്ലാം ഞാൻ നിങ്ങൾക്ക് തരും. കർത്താവ് പറയുകയാണ്, ഞാൻ എല്ലാവരോടും സംസാരിക്കുന്നു. ഞാൻ പക്ഷപാതം കാണിക്കുന്നവരല്ല. നിങ്ങൾ എൻ്റെ ശബ്ദം ശ്രവിക്കണം. ഞാൻ എല്ലാവരോടും സംസാരിക്കുന്നു. ഞാൻ ആരോടും പക്ഷപാതം കാണിക്കുന്നില്ല. എല്ലാവരും എന്നിലും ഞാൻ അവരിലും ആണ്. എൻ്റെ ജനമേ, ഞാൻ നിങ്ങളെ വലിയവരാക്കിയിരിക്കുന്നു. ഞാൻ നിങ്ങളെ വലിയവരാക്കിയിരിക്കുന്നു. നിങ്ങളിലൂടെ വലിയ കാര്യങ്ങൾ ഞാൻ ചെയ്യും. വലിയ കാര്യങ്ങൾ ഞാൻ ചെയ്യും. അത് മുള പൊട്ടുന്നതിന് മുമ്പേ ഞാനത് നിങ്ങൾക്ക് വെളിപ്പെടുത്തും. കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്നവർക്ക് അത് ഉച്ചത്തിൽ പ്രഘോഷിക്കാവുന്നതാണ്. എൻ്റെ മക്കളെ, ഞാനാണ് നിങ്ങളുടെ ദൈവം. നിങ്ങൾ എന്നിൽ വിശ്വസിക്കുകയും നിങ്ങളെ ഞാൻ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്കും മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്കും ഉയർത്തും. പറഞ്ഞതാണ്, എൻ്റെ മക്കളെ, ഞാനാണ് നിങ്ങളുടെ ദൈവം. നിങ്ങളെ ഞാൻ വിജയിപ്പിക്കും. നിങ്ങളെ ഞാൻ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് കൊണ്ടുപോകും. വ്യക്തികളെ പരിശുദ്ധാത്മാവ് വലിയ വചനപ്രഘോഷണ ശക്തി നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് 8 വ്യക്തികളെ പരിശുദ്ധാത്മാവ് വലിയ വചനപ്രഘോഷണ ശക്തി നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു എന്നാണ് ഒരു സന്ദേശം. വലിയൊരു വിളക്ക് കത്തി നിൽക്കുന്നു. മനോഹരമായിട്ട് കത്തി പ്രകാശിക്കുന്നതെല്ലാം കത്തി പ്രകാശിക്കേണ്ടവരാണ് പുതിയ യുഗത്തിലേക്ക് എന്ന് പറയുന്നത്. കർത്താവ് ഒരു വിളക്ക് കത്തി നിൽക്കുന്നതായിട്ട് കാണുന്നു. അതെല്ലാവരും കത്തി പ്രകാശിക്കേണ്ടവരാണ്. എല്ലാവരും ഒരു വിളക്കായിട്ട് പ്രകാശിക്കേണ്ടവരാണ്. 15 സിസ്റ്റേഴ്സിനെ പരിശുദ്ധാത്മാവ് വലിയ വചനപ്രഘോഷണ ദൗത്യം നൽകി അനുഗ്രഹിക്കുന്നു. 15 സിസ്റ്റേഴ്സിനെ വലിയ വചന പ്രഘോഷണ ദൗത്യം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു എന്നാണ് ഒരു സന്ദേശം ഇവിടെ സഹോദരി പറയുന്നത്. എൻ്റെ മക്കളെ നിങ്ങൾക്ക് ഞാൻ ജ്ഞാനത്താൽ നിറയിക്കുന്നു. എൻ്റെ മക്കളെ നിങ്ങളെ ഞാൻ ജ്ഞാനത്താൽ നിറയ്ക്കുന്നു എന്നും പറഞ്ഞ ഈശോ ഒരു പ്ലേറ്റിലെ ഒരു കപ്പിലെ ഒരു പാത്രം എല്ലാവരുടെയും കൈ കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ഈശോ ഒരു കപ്പും ഒരു പ്ലേറ്റും ഒരു പാത്രം എല്ലാവരുടെയും കയ്യിൽ കൊടുത്തിരിക്കുന്നു. 4 പേരുടെ നടുവേദന തീർത്തും മാറ്റി ഈശോ സൗഖ്യം കൊടുത്തു. 4 പേരുടെ നടുവിന് വേദന മാറ്റി കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. അവിടെ ഒരു കാസയിൽ നിന്ന് എല്ലാവരും കുടിക്കുന്നു. കുഞ്ഞുങ്ങളെ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ മാറോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു. കുറച്ചു പേർ കൂടി ഒരുപാട് ഉണർവിലേക്ക് കടന്നു വരാനുള്ളതായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. കുറച്ചു പേർ കൂടി ഉണർവിലേക്ക് കടന്നു വരാൻ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നു. അമ്മയുടെ സ്വസ്ത്ര ഗീതത്തിലെ 1:50
പ്രൈസ് ദി ലോർഡ്. മാതാവിൻ്റെ സ്തോത്രഗീതത്തിൽ എൻ്റെ ഭക്തരുടെ മേൽ തലമുറകളോളം കരുണ വർഷിക്കുന്നുവെന്നും ഈശോ കുഞ്ഞാടിനെ തോളിലേറ്റുന്ന ഭാവവും കരുണയ്ക്ക് വേണ്ടി വളരെയധികം ആഴമായി പ്രാർത്ഥിച്ചപ്പോൾ പ്രത്യേക ഒരു ഭാഷാവരം കിട്ടി പ്രാർത്ഥിക്കും. ഓക്കെ, ഈ കാര്യങ്ങളെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നിമിഷം മൗനമായി നമ്മുടെ ഹൃദയത്തിലൊന്ന് നന്ദി പറയാം. വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ദിവസം നമ്മൾക്ക് വലിയൊരു ദിവസമാണ്. ഒരുപക്ഷെ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ നമ്മൾക്ക് കർത്താവ് പറഞ്ഞു തരും, കർത്താവ് നൽകും. നമ്മുടെ ജീവിതത്തിൽ നിർണായകമായ ഒരു ദിവസങ്ങളായിരുന്നു ഇതെല്ലാം. നമുക്ക് അതെല്ലാത്തിനെയും കൂടി ഹൃദയത്തിൽ നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്. നമുക്കിരിക്കാം.